മമ്മമ്മ ഉണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ 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 ഓ. അച്ഛൻ വരും പ്രിയ, നീ മമ്മ കഴിക്ക്. നീ മമ്മക്ക് കഴിച്ച് നല്ല കുട്ടിയായിട്ട് ഇരുന്നാൽ തന്നെ അച്ഛൻ വേഗം വരും. അയ്യോ റിയ, അച്ഛൻ വരാൻ കുറച്ച് സമയമാകും. അതുവരെ കഴിക്കാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. പിന്നെ അച്ഛൻ വന്നാ ഉണ്ണി എന്താ കഴിക്കാത്തതെന്നും പറഞ്ഞ് അച്ഛൻ ഉണ്ണിനെ കൊണ്ട് ദേഷ്യപ്പെടും. അതുകൊണ്ട് നീ ആദ്യം മമ്മ കഴിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് ഇവിടെ സൈക്കിളൊക്കെ ഓട്ടി കളിക്ക്. അപ്പോഴേക്കും അച്ഛൻ വരും. റിയ, ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ വരെ സമയാവുന്ന്. ഇപ്പൊ നീ കഴിക്കാതെ വാശി പിടിച്ചാലുണ്ടല്ലോ, ഇപ്പൊ ഞാൻ വടി എടുക്കും, നോക്കിക്കോ. നീ ഇങ്ങനെയൊന്നും സമാധാനത്തിൽ പറഞ്ഞാൽ കേക്കില്ല. നിനക്ക് ഞാൻ വടിയെടുക്കാം. ഐഷു മോളെ. ആ ചേച്ചി വരും ചേച്ചി. ആ ഇതെന്താ, ഉണ്ണിക്കുട്ടി കരയുവാണോ? ആ അതൊന്നുമില്ല ചേച്ചി, അവളെ എപ്പോഴും പോലെ കഴിക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയാണ്. അത് ശരി, ഇത് എല്ലാ മക്കളും ഒരുപോലെ തന്നെയല്ലേ? കഴിക്കണം പറഞ്ഞ എല്ലാ കുട്ടികൾക്കും കഷ്ടം തന്നെ. ദാ ഈ ടിങ്കു ചെക്കനുണ്ടല്ലോ, ഇവനും അതേപോലെ തന്നെ. കഴിക്കാൻ വേണ്ടി പിന്നാലെ നടന്ന് പാട്ട് പാടണം, എന്നാ പോലും ഒരു വായ കഴിക്കില്ല. പിന്നെ എന്റെ പിങ്കുമോളിനെ കുറിച്ച് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കഴിക്കേണ്ട കാര്യത്തിലേ അവൾക്ക് വേണ്ടത് വേണ്ടാത്തത് വെച്ച് എല്ലാം അവള് കഴിച്ചോളും. പിന്നെ വീട്ടിൽ കഴിക്കാനുണ്ടാക്കിയത് മൊത്തം തീർന്നു പോകുമെന്ന് പേടിച്ചിട്ട് കഴിക്കണ്ടെന്ന് പറഞ്ഞെന്നെ അവളെ കൊണ്ട് വഴക്കിടണം. ആ ശരി ചേച്ചി. പിന്നെ എന്താ കാര്യം, കാലത്തേ വന്നിരിക്കണോ? അയ്യോ ഐഷുമോളെ, ഞാൻ വന്ന കാര്യം വിട്ട് വേറെന്തൊക്കെയോ സംസാരിച്ചിട്ടിരിക്കണോ. അത് രാവിലെ നല്ല തലവേദനയാ. ശരി, തലവേദനയ്ക്ക് ഒരു നല്ല കട്ടൻ ചായ ഇട്ട് കുടിക്കാന്ന് വിചാരിച്ച് അടുക്കളയിൽ കയറിയപ്പോ നോക്കണോ പഞ്ചസാര കഴിഞ്ഞിരിക്കണോ. അയ്യോ, ഇനി കടയ്ക്ക് പോയി പഞ്ചസാര വാങ്ങിക്കാൻ ഒരുപാട് സമയാവില്ലേ. ശരി, ഒരു സ്പൂൺ പഞ്ചസാരയല്ലേ, ഇനിയിപ്പോ നിന്നെ കൊണ്ട് ചോദിച്ചാൽ നീ എന്ത് തരില്ലെന്നാ പറയൂ? ഇല്ലല്ലോ. അതുകൊണ്ട് നിന്നെ കൊണ്ട് ഒരു സ്പൂൺ പഞ്ചസാര വാങ്ങിച്ചിട്ട് പോകാന്നും വിചാരിച്ച് വന്നതാ. ഞാൻ പിന്നെ കടയ്ക്ക് പോയി വാങ്ങിച്ചിട്ട് നിനക്ക് ഞാൻ തിരിച്ചു തന്നോളാം. അയ്യോ അതിനെന്താ ചേച്ചി, അതൊന്നും കുഴപ്പമില്ല, ഞാൻ അത് എടുത്തിട്ട് വരാം. അയ്യോ, ചായപ്പൊടിയും കൂടെ തീർന്നു, അത് ചോദിക്കാൻ വിട്ടു. മക്കളെ, അമ്മ ചായപ്പൊടി ചോദിക്കാൻ വിട്ടു. ആന്റിനെ കൊണ്ടുപോയി അമ്മ ചായപ്പൊടിയും കൂടെ ചേർത്ത് വാങ്ങിച്ചിട്ട് വരാം. അതുവരെ രണ്ടുപേരും ഇവിടെ മിണ്ടാതെ നിക്കി, കുറുമ്പൊന്നും കാണിക്കണ്ടോ. ഇല്ലമ്മ, ഞങ്ങൾ നിന്നോളാം. അമ്മ പോയി വാങ്ങിച്ചിട്ട് വാ. ആ ശരി ശരി. അമ്മ, പിന്നെ അവിടെ എന്തെങ്കിലും തിന്നാൻ സ്നാക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ വാങ്ങിച്ചിട്ട് വാ അമ്മേ. ആ ശരി ശരി, നോക്കട്ടെ, വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടെ വാങ്ങിച്ചിട്ട് വരാം. നമുക്ക് ചായക്ക് മുക്കി കഴിക്കാലോ. ആ ഓക്കേ അമ്മേ. അമ്മ വരുന്നവരെ നമുക്ക് ഈ കുഞ്ഞുമാവിന്റെ കൂടെ കളിക്കാൻ വാ. ശരി പിങ്കു. ഈ കുഞ്ഞു പെണ്ണേ, നീ എന്തിനാ കരയുന്നത്? അച്ഛൻ വേണോ? അച്ഛൻ ഇപ്പൊ ഓഫീസ് പോയിട്ടുണ്ടാവും. ഓഫീസ് കഴിഞ്ഞ് വൈകിട്ട് വരും ട്ടോ. ഓഫീസിൽ പോയിട്ട് പിന്നെ വൈകിട്ട് തന്നെ വരും. അച്ഛൻ വൈകിട്ട് വരും ട്ടോ, നീ കരയണ്ട. എടാ ടിങ്കു മൊട്ടെ, എന്താണ് നോക്കി നിൽക്കുന്നത്? കുഞ്ഞു പെണ്ണ് കരയുന്നില്ലേ? കരയണ്ടെന്ന് പറയടാ. ശരി പറയാം പിങ്കു. കുഞ്ഞു പെണ്ണെ, നീ കരയണ്ടോ, അച്ഛൻ വരും. അതെ, അച്ഛൻ വൈകിട്ട് ഓഫീസിൽ കഴിഞ്ഞ് വരും. വരുമ്പോ ചോക്ലേറ്റ്, ഐസ്ക്രീം, ബിസ്ക്കറ്റ്, കേക്ക് എല്ലാം മേടിച്ചിട്ട് വരും ട്ടോ. പിന്നെ നിന്റെ അച്ഛൻ നിനക്ക് ചോക്ലേറ്റ്, കേക്ക് എല്ലാം മേടിച്ചിട്ട് വന്നാ നീ എനിക്കും തരണം ട്ടോ. ഈ പിങ്കു അപ്പൊ എനിക്ക്? ആ ശരി, പോയ പോട്ടെ, നീ എന്റെ അനിയനല്ലേ, നിനക്കും ഇത്തിരി തരാട്ടോ. ഇത്തിരി ഒന്നും പറ്റില്ല, എനിക്ക് പകുതി വേണം. അച്ചക്ക് പുച്ചക്ക്, ഈ കുട്ടീനെ കൊണ്ട് ചോദിച്ച് എല്ലാം വാങ്ങിക്കുന്നത് ഞാന്. നീ വെറുതെ കൂടി നിന്നിട്ട് നിനക്ക് പകുതി വേണോ? പകുതി ഒന്നും തരില്ല, പോടാ മൊട്ട. പോടാ മൊട്ട, പറയണ്ട പിങ്കു. എടാ മൊട്ട, പിന്നെ നീ മൊട്ട
എല്ലാരും ചേർന്ന് ഈ കുട്ടിന്റെ കരച്ചിൽ നിർത്തി. അതെ പിങ്കു, ആ കുട്ടി കരച്ചിൽ നിർത്തി. കുഞ്ഞു പെണ്ണെ, ഇതുപോലെ കരയാതെ നമുക്ക് 3 പേർക്കും കൂടെ കളിക്കാട്ടോ. കളിക്കാം. ആ ശരി, അപ്പൊ നിന്റെ അച്ഛൻ കേക്ക് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ട് വന്നാ നീ ഞങ്ങൾക്ക് തരണം ട്ടോ. എന്നാ പിന്നെ ഞങ്ങൾ ദിവസം ഇവിടെ കളിക്കാൻ വരും ട്ടോ. എടാ മൊട്ട തലയാ, നമ്മുടെ വീട്ടിൽ തിന്നെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ കുട്ടി നമുക്ക് ദിവസം തിന്നാനൊക്കെ തരാന്ന് പറയുന്നു. എന്നാ പിന്നെ നമുക്ക് ദിവസം രാവിലെ എണീറ്റതും ഇവിടെ കളിക്കാൻ വരാട്ടോ. ആ ശരി പിങ്കു, വരാം. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങളെ കാണാൻ നാളെ വരാം ട്ടോ. ബൈ.